കേരളത്തിലെ ജനത്തിന് പൊതുവെ ഒരടിമത്ത മനോഭാവമുണ്ട്. ഈ അടിമത്ത മനോഭാവം മാറാതെ കേരളം ഒരിക്കലും നന്നാകുകയില്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ റാന്നിക്കും എരുമേലിക്കും ഇടയ്ക്ക് മന്ദമരുതി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഞാൻ ചോറുണ്ണാൻ കയറി കൈയൊക്കെ കഴുകി മേശയ്ക്ക് വന്നിരുന്നു. ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നു. അവർ അങ്ങോട്ട് പെട്ടെന്ന് വന്നൊന്നുമില്ല. ആ സമയം കൊണ്ട് ആൻ്റണി MP അവിടെ വന്നു. MP-യുടെ വണ്ടി കൊണ്ട് നിർത്തി. MP ഇറങ്ങി. MP നേരെ അകത്തോട്ട് കയറി. ഇതിനകത്തെ റൂമിലോട്ട് കയറി. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സപ്ലയർമാരും, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്ന അവൾ ഉൾപ്പെടെ എല്ലാവരും കൂടെ ഈ MP-യുടെ പുറകെ അങ്ങ് പോയി. MP-യുടെ ഓർഡർ എടുത്തുകൊണ്ട് വരുന്നു. പിന്നെ MP-ക്ക് വെള്ളം കൊണ്ടുപോകുന്നു. പിന്നെ അകത്ത് പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. എന്നതാണെങ്കിലും ഒരു 15-20 മിനിറ്റ് നേരം ഇവരെല്ലാം MP-യുടെ മുമ്പിൽ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുക. ഒരു 20 മിനിറ്റോളം ഞാനവിടെ ഇരുന്നു. മൈൻഡ് ചെയ്തില്ല. ബാക്കി ആൾക്കാർ കുറച്ച് പേര് കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇവർ കൊടുത്തില്ല. ഇവർ കംപ്ലീറ്റ് MP-യുടെ ചുറ്റും നിൽക്കുക കയറി അകത്ത്. ഞാൻ ഓർക്കായിരുന്നു, പ്രധാനമന്ത്രി എങ്ങാനും ആ ഹോട്ടലിൽ വരികയാണെങ്കിൽ ഒരു മാസത്തേന് ആ ഹോട്ടൽ അയാൾ പിന്നെ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കില്ല. ആ വരുന്ന ഒരു ദിവസം കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം പോകും. പക്ഷേ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ അയാളത് മാസങ്ങളോളം ഇട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം മലയാളികൾക്ക് മൊത്തത്തിൽ ഈ രാഷ്ട്രീയക്കാരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം കാണുമ്പോൾ ഇവന്മാരുടെ നട്ടല്ല, മലയാളികളുടെ നട്ടല്ല ഇങ്ങനെ അങ്ങ് വളഞ്ഞു പോവുക. എന്നെ ചെയ്യാൻ പറ്റും? ഞാൻ എഴുന്നേറ്റു. എനിക്ക് മനസ്സിലായി MP ഇറങ്ങിപ്പോകാതെ നമുക്ക് നാട്ടുകാർക്ക് ഒരു പ്രയോജനം കിട്ടുകയില്ല. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന ഒരുത്തനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് മോശമാണ്. അയാൾക്ക് മുമ്പ് വന്നതാണ് ഞങ്ങൾ ഇത്ര ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു മറ്റുള്ളവരെ പോലെ തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണ് ഈ MP-യെ. നിങ്ങൾ എന്നതാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, നാളെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ MP ആകാൻ ഒത്തെങ്കിൽ ഇനി ഇവിടെ വരാം, അല്ലെങ്കിൽ ഈ വഴിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇവിടെ കയറുന്നില്ലെന്നങ്ങ് വെച്ചാൽ പ്രശ്നം തീരുമല്ലോ എന്ന് പറഞ്ഞൊരു ചെറിയ മുഷിപ്പും ഉണ്ടായി. ഞാൻ ഇനി ഇറങ്ങിപ്പോരുകയും ചെയ്തു. Subscribe and follow me.